Okay. കാണാറുണ്ടല്ലോ. Yes. ഓക്കെ, നമുക്ക് നമ്മളെ സെക്ഷനിലേക്ക് പോവാ. എന്താണ് സൈക്കോമെട്രിക് ചാർട്ടിനെ വെച്ചിട്ട്, അല്ലെ സൈക്കോമെട്രിക് പ്രോസസ്സുകൾ. ഇത് എത്രയും വലുത്. സൈക്കോമെട്രിക് പ്രോസസ് അല്ലെങ്കിൽ സൈക്കോമെട്രിക് ചാർട്ട് എന്നൊക്കെ പറയും. പ്രോസസ്സാണ് നമുക്ക് ആദ്യം പഠിക്കണ്ടേ, എന്നിട്ട് നമുക്ക് ചാർട്ടിലേക്ക് പോവാം. അപ്പൊ സൈക്കോമെട്രിക് പ്രോസസ്സ്, പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാ, കുറേ ടേംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിന്റെ പാരാമീറ്റേഴ്സിനെ പറ്റി നോക്കാം. അതായത് തന്നെ അതിന്റെ പാരാമീറ്റേഴ്സിലേക്ക് പോവാം. അറിയുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പാരാമീറ്റേഴ്സിന്റെ അകത്ത് ഒന്നാമത്തെ പാരാമീറ്റർ വരുന്നതാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയും. രണ്ടാമത്തെയാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. ഡ്രൈ ബൾബും വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. അപ്പൊ ഇതെന്താന്ന് അറിയണമെങ്കിൽ നമ്മൾ വേറൊരു റേഞ്ചിലേക്ക് പോകേണ്ടി വരും. അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ആ ഇൻസ്ട്രുമെന്റിന്റെ ഏതാണ്ടൊരു രൂപരേഖ ഞാൻ വരച്ചുതരാം. നമുക്ക് സാധാരണ എല്ലാവർക്കും തെർമോമീറ്റർ അറിയാവുന്നതാണ്. തെർമോമീറ്റർ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ബൾബ് ഉണ്ടാവും. ബൾബിന്റെ കൂടെ ഒരു നീളത്തിലുള്ള ഒരു ട്യൂബ് ഉണ്ടാവും. അല്ലേ, ഇങ്ങനെയാണ് സാധാരണ ഉള്ള തെർമോമീറ്റർ ഉണ്ടാവില്ല. ഈ ഭാഗത്ത് മെർക്കുറി നിറച്ചു വെച്ചിട്ടുണ്ടാവും. ആ മെർക്കുറിന്റെ ഒരു കാപ്പിലറി ട്യൂബ് വഴി ഈ ട്യൂബിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇതാണ് നമ്മൾ സാധാരണ രീതിയിലുള്ള തെർമോമീറ്റർ. ഇങ്ങനത്തെ നമ്മൾ രണ്ട് തെർമോമീറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ രണ്ട് തെർമോമീറ്റർ. ഈ രണ്ട് തെർമോമീറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പറയാം. രണ്ട് തെർമോമീറ്റർ ഉണ്ട് നമ്മളെ കയ്യിൽ. നമ്മൾ ഈ സൈക്കോമെട്രിക് പ്രോസസ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ രണ്ട് തെർമോമീറ്റർ. രണ്ടും ഒരേ കമ്പനീന്റെ തെർമോമീറ്റർ ആണ്. അപ്പം അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ രണ്ട് തെർമോമീറ്ററും ഞാനൊരു തോക്ക് പോലത്തെ സാധനത്തിന്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിട്ടാണ്ടത്. തോക്കില്ലേ, പണ്ട് ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്ന പോലത്തെ തോക്ക്. ഇങ്ങനെ ഒരു തോക്ക് പോലത്തെ ഐറ്റത്തിന്റെ അകത്ത് ഞാൻ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പിടിയൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു ചെറിയ ഹാൻഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതുവരെ മാർക്ക് ചെയ്യാൻ പറ്റും തോന്നില്ല. എന്തായാലും ഇതൊരു ഹാൻഡിലാന്ന് വിചാരിക്കും. അപ്പൊ നമ്മളെ കൈ നമുക്ക് ഇവിടെ വെച്ചിട്ട് പിടിക്കാം. ഇത് വെച്ച് ഇതിനാ നമ്മളെ കൈ ഇവിടെ ഇങ്ങനെ വെച്ച് പിടിക്കാം. ഈ ഒരു പോയിന്റിൽ നമ്മളെ കൈ വെച്ചിട്ട് ഇതിനെ നമുക്ക് തിരിക്കാം. നമ്മള് ഉത്സവപ്പറമ്പിൽ നമ്മളൊരു കറക്കുന്ന സാധനം എല്ലാം മേടിക്കില്ലേ, ചെറുപ്പത്തിൽ മേടിച്ചിട്ടുണ്ടാവും ഒരു കറക്കുന്ന ഒച്ച ഉണ്ടാക്കുന്ന സാധനം. അതുപോലത്തെ ഒരു ഐറ്റത്തിന്റെ അകത്ത് രണ്ട് തെർമോമീറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. തെർമോമീറ്ററിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നിന് സാധാ തെർമോമീറ്റർ തന്നെയാണ്. രണ്ടാമത്തേൻ്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ അകത്ത് പുതിയ ഒരു നനഞ്ഞ കോട്ടൺ തുണി വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ടാവും. കോട്ടൺ അല്ലേ, സാധാ പഞ്ഞി, നനഞ്ഞ കോട്ടൺ വെച്ചിട്ട് പൊതിഞ്ഞതുമാണ്. ഇങ്ങനെ രണ്ട് തെർമോമീറ്റർ ഉണ്ടാവും. നമ്മളെ ആ ടിക്ക് 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 എന്ന് പറഞ്ഞിട്ട് ഒച്ചയാക്കുന്ന പോലത്തെ ഒരു ഐറ്റത്തിന്റെ അകത്ത്, അതായത് കൈയൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒച്ചയൊക്കെ കിട്ടും. ഇതിൻ്റെ അകത്ത് ഒച്ചയൊന്നും കിട്ടൂല, വെറുതെ കിടന്ന് കറക്കാനേ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് തന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെർമോമീറ്റർ സാധാ തെർമോമീറ്റർ തന്നെ. അത് മറ്റേ തെർമോമീറ്ററിന്റെ മുകളിൽ ഞാൻ എന്താക്കിയിട്ടുണ്ട്, നനഞ്ഞ തുണി വെച്ചിട്ട് അല്ലെ കോട്ടൺ വെച്ചിട്ട് ഞാൻ പൊതിഞ്ഞു വെച്ചിട്ടാണ്.
അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് രണ്ടിൻ്റെ അകത്ത് ഒരേ ടെമ്പറേച്ചർ ആയിരിക്കുമല്ലോ കിട്ടുക. ഒന്നിൻ്റെ അകത്ത് എനിക്ക് റൂം ടെമ്പറേച്ചർ തന്നെയാണ് കിട്ടുക. ഈ തെർമോമീറ്ററിൽ എനിക്ക് കിട്ടുക നമ്മളെ റൂമിൽ എത്രയാണോ ടെമ്പറേച്ചർ അതായിരിക്കും അളന്നെടുക്കുക. ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുക റൂം ടെമ്പറേച്ചർ ആയിരിക്കില്ല, ലെസ് ദാൻ റൂം ടെമ്പറേച്ചർ ആയിരിക്കും. കാരണം ഞാൻ നനഞ്ഞ തുണി വെച്ചിട്ട് ഓൾറെഡി ഇതിനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് മറ്റേ ഈ നമ്മളെ എന്താ പറയാ സൈക്കോമീറ്റർ, ഇതിനെയാണ് നമ്മൾ പേര് പറയുന്നത് സ്ലിംഗ് സൈക്രോമീറ്റർ എന്നാ പറയാ. സ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കറക്കാൻ പറ്റും, അതുകൊണ്ടാണ് അതിനെ സ്ലിംഗ് സൈക്കോമീറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു സെറ്റപ്പിന് നമ്മൾ തെർമോമീറ്റർ എന്നല്ല പറയുന്നത്, ഈ ഒരു ഫുൾ സെറ്റപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ലിംഗ് സൈക്കോമീറ്റർ എന്ന് പറയും. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാ തെർമോമീറ്റർ ഉണ്ട്, അല്ല രണ്ട് സാധാ തെർമോമീറ്റർ ഉണ്ട്. അതിൽ ഒന്നിൻ്റെ അകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ആ തെർമോമീറ്റർ അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ തെർമോമീറ്റർ അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോട്ടൺ തുണി വെച്ചിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഏതെങ്കിലും റൂമിൽ പോയിട്ട് ഇങ്ങനെ കറക്കും. കറക്കി കഴിഞ്ഞാൽ എനിക്ക് ആ റൂമിലെ ടെമ്പറേച്ചറും കിട്ടും, പിന്നെ ഒരു ടെമ്പറേച്ചർ ലെസ് ദാൻ റൂം ടെമ്പറേച്ചറും കിട്ടും. ഈ ഒരു ലോജിക്ക് ഓക്കെ അല്ലേ? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഈ ഒരു കാര്യം എന്താ പറഞ്ഞത്? ഓക്കെ അല്ലേ? രണ്ട് തെർമോമീറ്റർ, ആ രണ്ട് തെർമോമീറ്ററിന്റെ അകത്തുള്ള ആകെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ തോക്ക് പോലത്തെ സാധനത്തിനകത്ത് പിടിപ്പിച്ചാലുള്ള നമ്മളെ പണ്ട് ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്ന പോലത്തെ അത് വെച്ചിട്ട് നമ്മൾ ഏത് റൂമിലാണോ നമുക്ക് ഗവേഷണം നടത്തുന്നത് ആ റൂമിൽ പോവുക, ഇതിങ്ങനെ കുറെ സമയം കറക്കുക. കറക്കി കഴിഞ്ഞാൽ എനിക്ക് ഒന്നിൽ റൂം ടെമ്പറേച്ചർ എത്രയാണെന്ന് കിട്ടും, മറ്റേനകത്ത് റൂം ടെമ്പറേച്ചറിനെക്കാട്ടും കുറവുള്ള ടെമ്പറേച്ചർ ആയിരിക്കും കിട്ടുക. കാരണം ഞാൻ ഇവിടെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും ഈ രണ്ട് ഐറ്റംസ് എന്തൊക്കെയാണ്. നമ്മൾ ആദ്യം എഴുതിയ പ്രോപ്പർട്ടീസ് ഇനി ഒന്ന് പറഞ്ഞേ. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏതിനായിരിക്കും? ഇപ്പൊ ഈ സാധാ തെർമോമീറ്റർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ല ഇതിൻ്റെ അകത്ത്. ആ തെർമോമീറ്ററിൽ കിട്ടുന്ന റീഡിങ്ങിനെ നമ്മൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നുണ്ടാവുക. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്തായിരിക്കും? വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ നമ്മളൊരു വെറ്റ് തുണി വെച്ചിട്ട് പൊതിഞ്ഞ ഒരു തെർമോമീറ്റർ ഉണ്ടായിരുന്നു. ആ തെർമോമീറ്ററിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ടെമ്പറേച്ചറിനെ നമ്മൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് വിളിക്കാം. കഴിഞ്ഞല്ലേ? ഇതാണ് രണ്ട് പ്രോപ്പർട്ടീസ്. ആദ്യം പഠിക്കാനുള്ള രണ്ട് പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും. ഇനി ഈ പറഞ്ഞ രണ്ട് ടെമ്പറേച്ചർ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടാണ് ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ. ആ നിങ്ങൾക്കിൻ്റെ ഇതാണ് നമ്മളെ സൈക്രോമീറ്ററിൻ്റെ അകത്ത് താഴത്തെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സ് ആക്സിസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഇപ്പം ഞാൻ ഈ പറഞ്ഞ എക്സ് ആക്സിസിൻ്റെ അകത്ത് എഴുതിയ സാധനത്തിന്റെ പേരാണെന്ന് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അത് നിങ്ങൾക്ക് കാണാം 5, 10, 15, 20, 25, 30 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ അല്ലേ? ഞാൻ ഇത് ഇപ്പുറത്തേൻ്റെ അകത്ത് ഓപ്പൺ ആക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ എൻ്റെ ഫോണിലുള്ള നോട്ട്സ് നോക്കിയിട്ട് ഞാൻ എനിക്ക് പറഞ്ഞിരുന്നു. അടുത്ത് പിന്നെ ഇത് ഓപ്പൺ ആക്കിയിട്ട് തന്നെ പറഞ്ഞത്, അല്ലെ നിങ്ങളത് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വെറുതെ പറഞ്ഞു പോകുന്ന പോലെ ഇപ്പോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അതന്നെ 5, 10, 15, 20, 30, 25, 30 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാം. ഓക്കെ, അത് നമുക്ക് വിഷയമില്ല. നെക്സ്റ്റ് ഞാൻ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുക ഈ മലേന്റെ ചെരുവിലാണ്. ലെഫ്റ്റ് സൈഡ് ചെരുവ് ഒന്ന് നോക്കിക്കോളെ. ലെഫ്റ്റ് സൈഡ് കാണുന്ന ഒരു ചെരുവുണ്ട്. ഈ ഗ്രാഫിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെരുവ് കാണാം. ആ ചെരുവിനെയാണ് ഞാനിപ്പോൾ സൂം ചെയ്യാൻ പോകുന്നത്. ആ സൂം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കാണാം? വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ സാധനം കാണാൻ പറ്റുന്നുണ്ടല്ലോ. കാണുന്നില്ലേ? വെറ്റ് ബൾബ് ടെമ്പറേച്ചർ അതിൻ്റെ അകത്ത് തന്നെ 10, 15, 20, 25 എന്നിട്ട് ഇങ്ങനെ പോവാം.
അവിടെ ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. മക്കളെ ആരും വേണ്ടി പോയിട്ടില്ലല്ലോ. എനിക്കൊരു കോൾ വന്നതാണ്. ഹലോ. അപ്പൊ വെറ്റ് ബൾബ് ടെമ്പറേച്ചറും കണ്ടു കാണും പ്രതീക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? രണ്ട് ടെമ്പറേച്ചറുള്ള ഡ്രൈ ബൾബ് ടെമ്പറേച്ചറാണ് നമ്മളിപ്പോൾ പഠിച്ച. അതാണ് എക്സ് ആക്സിസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കാണണമെങ്കിൽ നിങ്ങൾ എവിടെ പോകണം? ഈ ഒരു ചെരുവിൽ നോക്കണം. ഒരു കർവ് കാണാം. കർവിൻ്റെ അകത്താണ് ഇവിടെ 5, 10, 15, 20, 25 എന്നിട്ട് മാർക്ക് ചെയ്ത് പോയിട്ടുള്ളത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ? കുറച്ചുകൂടെ സൂം ചെയ്ത് തരാം. വെറ്റ് ബൾബ് ഡ്യൂ പോയിന്റ് ഓർ സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. 3 ടെമ്പറേച്ചർ ഉണ്ട്. വെറ്റ് ബൾബ്, ഡ്യൂ പോയിന്റ് ഓർ സാച്ചുറേഷൻ ടെമ്പറേച്ചർ. അതൊക്കെ ഒരേ സ്ഥലത്ത് തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടി പഠിക്കാം. ഇന്നും ഇഷ്ടംപോലെ പ്രോപ്പർട്ടി പഠിക്കാനുണ്ട്. അതിൽ നമ്മൾ 2 പ്രോപ്പർട്ടി ഇപ്പം പഠിച്ചു. ആ 2 പ്രോപ്പർട്ടി എന്താന്നുള്ളത് ഞാൻ ഫിഗർ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോവാം. 3ാമത്തെ പ്രോപ്പർട്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പ്രോപ്പർട്ടിയാണ്. തേർഡ് പ്രോപ്പർട്ടി വരുന്നത് വെറ്റ് പാർഷ്യൽ പ്രഷർ. അതാ ഇതിൻ്റെ അകത്തൊന്നും കാണാൻ പറ്റില്ല. പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞൊരു ടേം നിങ്ങൾ കേട്ടതായിരിക്കും. പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്ന ടേമാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു റൂമിൻ്റെ ഉള്ളിൽ, ഒരു റൂമാന്ന് വിചാരിക്കുക. ഈ റൂമിൻ്റെ ഉള്ളിലെ എയറിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റൂമിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? കുറെ ഡ്രൈ ആയിട്ടുള്ള എയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡ്രൈ ആയിട്ടുള്ള എയറിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിരിക്കും ചിലപ്പോൾ ഈ റൂം. അതായത് ഓക്സിജനും നൈട്രജനും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സ്ചറുള്ള എയർ, ഡ്രൈ എയർ ഉണ്ടാവും. അതാണ് ഞാൻ ചുവപ്പ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിന് പുറമെ എന്തും കൂടി ഉണ്ടാവും? കുറച്ച് വാട്ടർ വേപ്പറിന്റെ കണ്ടന്റും കൂടി ഉണ്ടാവില്ലേ? വെള്ളത്തുള്ളികളും കൂടി ഉണ്ടാവും, വാട്ടർ വേപ്പർ ഉണ്ടാവും. നീല കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് അതാണ്. അതായത് റെഡ് കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡ്രൈ എയർ, സാധാ എയർ, ഓക്സിജനും നൈട്രജനും ഒക്കെ ചേർന്നിട്ടുള്ള എയർ. അതുപോലെ തന്നെ ബ്ലൂ കളറിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ വാട്ടർ വേപ്പറാണ്. ഈ 2 സാധനം കൂടി ചേർന്നതാണ് എല്ലാ റൂമും ഉണ്ടാവും. നിങ്ങളെ റൂമിലായാലും ഞാനിപ്പോൾ ഇരിക്കുന്ന റൂമിലായാലും ഏത് റൂമിലായാലും ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിന് പുറമെയാണ് ഞാൻ പറഞ്ഞ കൊറോണ വൈറസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഈ 2 സാധനം എന്തായാലും ഉണ്ടാവും. ബാക്കിയുള്ളത് നമ്മളെ പഠിക്കുന്ന കാര്യത്തിലേക്ക് വരുന്നതല്ല. അപ്പൊ ഈ 2 സാധനങ്ങളുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്ന ടേമിലേക്ക് ഇപ്പൊ നമുക്ക് കൊണ്ടുവരാം. പാർഷ്യൽ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ടോട്ടൽ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ ആ റൂമിലെ പ്രഷർ എന്ന് പറയുന്നത് ആരുടെയൊക്കെ പ്രഷർ ആയിരിക്കും? പ്രഷർ ആരുടെ? എയറിന്റെ, ഡ്രൈ എയറിൻ്റെത് പ്ലസ് പ്രഷർ ആരുടെ? വേപ്പറിൻ്റെത്. ഈ രണ്ടിന്റെയും പ്രഷർ, വാട്ടർ വേപ്പറിന് ഒരു പ്രഷർ ആയിരിക്കും ഉണ്ടാവുക, എയറിന് ഒരു പ്രഷർ ഉണ്ടാവും. ഈ രണ്ടിന്റെയും സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ അതാണ്. ഇതിന്റെ പ്രഷർ, ഇതിന്റെ പ്രഷർ പാർഷ്യലാണ്. കുറച്ച് ഭാഗം ഡ്രൈ എയറിന്റെ പ്രഷറാണ്, കുറച്ച് ഭാഗം വാട്ടർ വേപ്പറിന്റെ പ്രഷറാണ്,
ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ റൂമിലുള്ള മൊത്തം പ്രഷറും കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പൊ അതിനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? ഇത് നമ്മളെ മൂന്നാമത്തെ ടേം. നമുക്ക് മൊത്തം പ്രഷർ, ഫുൾ പ്രഷർ എന്ന് വെച്ചാൽ ബാരോമെട്രിക് പ്രഷർ, നമ്മൾ സാധാരണ പ്രഷർ ഗേജ് വെച്ചിട്ട് അളക്കുന്ന പ്രഷർ, അതിനാണ് ഞാൻ PB എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുള്ളത്. ബാരോമെട്രിക് പ്രഷർ ഈക്വൽ ടു പ്രഷർ ഓഫ് ഡ്രൈ എയർ PA, എയറിന്റെ പ്രഷർ, പ്ലസ് പ്രഷർ ഓഫ് വാട്ടറിന്റെ വേപ്പർ PV എന്നിട്ടുണ്ട്. വേപ്പർ എന്നുള്ള സ്റ്റേജിലാണ് ഉള്ളത്. അപ്പം ബാരോമെട്രിക് പ്രഷർ, സാധാരണ നമ്മൾ ഒരു പ്രഷർ ഗേജ് ഈ റൂമിൽ കൊണ്ടുവച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയൊക്കെ സമ്മാണ്? ഡ്രൈ എയറിന്റെ പാർഷ്യൽ പ്രഷർ പ്ലസ് വേപ്പറിന്റെ പാർഷ്യൽ പ്രഷർ. അതാണ് ഈ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞ ടേമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സെക്ഷനും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റിലേക്ക് നീങ്ങാം. ഇനി വേപ്പറിന്റെ പാർഷ്യൽ പ്രഷർ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. തൽക്കാലം നമുക്ക് എല്ലാ പോയിന്റ്സും നോക്കിയിട്ടിട്ട് പോവാം. നെക്സ്റ്റ് ഉള്ളതാണ് ഹ്യൂമിഡിറ്റി റേഷ്യോ. നാലാമത്തെ കണ്ടന്റ് ആണ് നമ്മളെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഓർ വരാണ് ഹ്യൂമിഡിറ്റി റേഷ്യോ. ഹ്യൂമിഡിറ്റി റേഷ്യോ നാലാമത്തെ പോയിന്റ് ആണ്. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പഠിച്ച രണ്ട് സാധനങ്ങളെ പറ്റിയിട്ടാണ്. ഒന്ന് വേപ്പറും എയറും. എയറും ഈ വാട്ടർ വേപ്പറും കൂടി ചേർന്നതാണ് നമ്മളെ റൂമിന്റെ ഉള്ളിലുള്ള മൊത്തം എന്താ പറയാ എയർ എന്ന് പറയുന്നത്. ശരിക്കുള്ള എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ എയറിന്റെ പ്ലസ് വാട്ടർ വേപ്പറിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും? സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ച ഈ രണ്ട് സാധനങ്ങളേ ഉള്ളൂ. അപ്പൊ ഈ രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള റേഷ്യോ തന്നെയാണ് ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് ഒമേഗ എന്ന് പറഞ്ഞിട്ടാണ്. ഒമേഗ എന്ന് പറഞ്ഞിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോനെ ഉദ്ദേശിക്കുന്നത് വെച്ചാല് മാസ് ഓഫ് ആരുടെ ആയിരിക്കും ആദ്യം എടുക്കുക? ആരുടെ എടുക്കണം? വേപ്പറിനെ എടുക്കണം. കാരണം റേഷ്യോ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് വണ്ണിനെക്കാട്ടിയും കുറവായിരിക്കും എപ്പോഴും കിട്ടല്. സ്വാഭാവികമായിട്ട് വേപ്പറിന്റെ അളവായിരിക്കും ഏറ്റവും കുറവുണ്ടാവുക നമ്മളെ റൂമിന്റെ ഉള്ളിൽ. അപ്പൊ മാസ് ഓഫ് വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് ഡ്രൈ എയർ. ഈ ഒരു ഓർഡർ തന്നെ പഠിച്ചു പോയേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഞാൻ ആ ഒരു ഓർഡറിൽ പറഞ്ഞു പോകുന്നത്. നാലാമത്തെ നമ്മൾ പഠിക്കുന്ന ടേമാണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ. ഹ്യൂമിഡിറ്റിന്റെ റേഷ്യോ ആണ് നമ്മൾ പഠിക്കുന്നത്. റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, എന്തോ ഒരു ഡിവൈഡ് ചെയ്യുന്ന സാധനമാണ്. റേഷ്യോ ഒരു വക എല്ലാ കാലത്തും നമ്മൾ കണ്ടിട്ടുള്ളത് വണ്ണിനെക്കാട്ടിയും കുറവായിട്ടൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ഇതെന്ന് പറയുന്നത് ഡ്രൈ എയർ പ്ലസ് വാട്ടർ വേപ്പറാണ് നമ്മളെ റൂമിലുള്ള മൊത്തം എയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെ ഹ്യൂമിഡിറ്റി റേഷ്യോ നമ്മൾ ഒമേഗ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യല്. ഒമേഗ ഇസ് ഈക്വൽ ടു മാസ് ഓഫ് വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് ഡ്രൈ എയർ. നമുക്കിതിനെ മാർക്ക് ചെയ്യാം മാസ് ഓഫ് വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് ഡ്രൈ എയറിനെ ഞാൻ എ എന്ന് പറഞ്ഞിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ MV ഡിവൈഡ് ബൈ MA ആണെന്ന് നമുക്ക് പറയാം. അതും ഓക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. വേറെ വലിയ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. നമുക്ക് തൽക്കാലം നമുക്ക് അതിന്റെ ഇക്വേഷനിലേക്ക് വേണേൽ പോവാം. അതായത് മാസ് ഓഫ് വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് എയർ എന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് വേറൊരു കാര്യം അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഇസ് ഈക്വൽ ടു P ഇസ് ഈക്വൽ ടു എന്താണ് MRT എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പഠിച്ചിട്ടുണ്ടാവും, എല്ലാവരും പഠിച്ച സാധനങ്ങളൊക്കെയാണ്. ഞാൻ തൽക്കാലം മാസ് ഓഫ്
വേപ്പർ ആണ് മുകളിൽ എടുക്കുന്നതായിരിക്കാം. ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിൻ്റെ ആയിരിക്കും? വേപ്പറിന്റെ ആറ്. ടെമ്പറേച്ചർ നമ്മൾ ഒരു റൂമിൽ ഒറ്റ ടെമ്പറേച്ചർ ഉണ്ടാവുള്ളൂ, അത് അവിടെ കിടക്കട്ട്. പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഓഫ് വേപ്പർ, അത് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. അതായത് ഇതിനെ എനിക്കൊരു ഇക്വേഷനിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എം വി എന്ന് പറഞ്ഞ മാസ് വരുന്ന ഒരു ഇക്വേഷൻ ഞാൻ പണ്ട് തൊട്ടേ തെർമോഡൈനാമിക്സിൽ പഠിച്ച ഒരു ഇക്വേഷനാണ് പി വി ഈക്വൽ ടു എം ആർ ടി എന്നുള്ളത്. അപ്പൊ ഞാൻ പ്രഷർ ഓഫ് വേപ്പർ ആണെങ്കിൽ മാസ് ഓഫ് വേപ്പർ ഇൻറ്റു നമ്മളെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഓഫ് വേപ്പർ ഇൻറ്റു ടി. നെക്സ്റ്റ് ഇതിന്റെ ടേംസിലേക്ക് വരുന്നതാണെങ്കിൽ എന്ത് ചെയ്താൽ പ്രഷർ ഓഫ് എയർ ഇസ് ഈക്വൽ ടു മാസ് ഓഫ് എയർ ഇൻറ്റു ആർ ഓഫ് എയർ ഇൻറ്റു ടി. ടെമ്പറേച്ചർ ഒരു റൂമിൽ സെയിം തന്നെ ആയിരിക്കും, അതിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എയറിന് വേറെ ടെമ്പറേച്ചറും മറ്റേതിന് വേറെ ടെമ്പറേച്ചറും ഒന്നും ആയിരിക്കില്ല. കാരണം നമ്മൾ ഇക്വിലിബ്രിയം ഒക്കെ പഠിച്ചതാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇക്വിലിബ്രിയം. കാരണം ഒരു മിക്സ്ചറിനെ നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ ഒക്കെ അപ്പുറം എക്സ്ചേഞ്ച് ആക്കിയിട്ട് അത് സ്റ്റേബിൾ ടെമ്പറേച്ചറിൽ തന്നെ ഉണ്ടാകുക. അപ്പൊ നമുക്ക് മാസ് ഓഫ് എയർ ഡിവൈഡ് ബൈ മാസ് ഓഫ് വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് എയർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ പോരെ. ടെമ്പറേച്ചറും ക്യാൻസൽ ആയി പോയി. ഇനി നമുക്ക് എന്ത് ചെയ്താ മാസ് ഓഫ് ഇത് അല്ലെങ്കിൽ പി വി ഡിവൈഡ് ബൈ പി എ ഇസ് ഈക്വൽ ടു മാസ് ഓഫ് വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് എയർ ഇൻറ്റു കഴിഞ്ഞില്ല ആർ വി ഡിവൈഡ് ബൈ ആർ എ എന്നിട്ട് ഏതാ. കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമുക്ക് ഡയറക്റ്റ് ഇതിന്റെ ഉത്തരത്തിലേക്ക് പോവാം. എന്താ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്തായാലും ഒരു വാല്യൂ ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും അറിയില്ല. ആർ എയും ആർ വിക്കും ഒരു വാല്യൂ ഉണ്ടാവും. അത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുക 0.622 എന്ന് പറഞ്ഞാൽ പി വി ഡിവൈഡ് ബൈ പി എ ഇസ് ഈക്വൽ ടു മാസ് ഓഫ് വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് എയർ ഇൻറ്റു ഇത് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം 0.622 ആയിരിക്കും എന്ന് മാത്രം ആലോചിച്ച് വെച്ചാൽ. അപ്പൊ അത് ഓക്കെ അല്ലേ? അല്ല, 0.622 ഇതല്ലേ കിട്ടുക. നമുക്ക് വേണ്ടത് 0.622 ഇങ്ങോട്ടേക്ക് എടുത്തു. നമുക്ക് മാസ് ഓഫ് വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് എയർ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക മാസ് ഓഫ് വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് എയർ ഇസ് ഈക്വൽ ടു 0.622 ഇൻറ്റു പി വി ഡിവൈഡ് ബൈ പി എ. ഈ ഒരു ഇക്വേഷനിലേക്കാണ് ഞാൻ എത്തിപ്പെടുക. നമുക്ക് ഇത് വെച്ചിട്ട് പ്രോബ്ലം ചിലപ്പോഴേ ചോദിക്കാറുള്ളൂ. ഇങ്ങനത്തെ എന്തെങ്കിലും ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്നത് മിക്കവാറും ഒക്കെ ചാർട്ടിൻ്റെ അകത്ത് ചെയ്യുന്ന പ്രോബ്ലംസ് മാത്രമേ ചോദിക്കുള്ളൂ. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിന്നേ ഉള്ളൂ ഇവിടെ എത്തിയതുകൊണ്ട്. അപ്പൊ മാസ് ഓഫ് വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് എയർ അതിനെയാണ് നമ്മൾ പറയാ ഒമേഗ. ഒമേഗ ഇസ് ഈക്വൽ ടു 0.622 ഇൻറ്റു പി വി ഡിവൈഡ് ബൈ പി എ. ഈ ഇക്വേഷൻ എന്തായാലും ബൈഹാർട്ട് പഠിക്കുക, ബൈഹാർട്ട് പഠിക്കാൻ നോക്കുക. ചെറിയൊരു ഇക്വേഷനാണ്. നമുക്ക് കണ്ടുപിടിക്കുന്ന രീതിയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പി വി ഈക്വൽ ടു എം വി ആർ വി ടി, അതേപോലെ തന്നെ പി എ ഈക്വൽ ടു എം എ ആർ എ ടി. ഇതിനെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എം വി ബൈ എം എ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ കിട്ടും. ടിയും ക്യാൻസൽ ആയി പോയിക്കോളും. പി വി ബൈ പി എ നമുക്കറിയില്ല, ആർ വി ആർ എ നമുക്കറിയാം. അപ്പൊ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടും മാസ് ഓഫ് പേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് എയർ ഇസ് ഈക്വൽ ടു 0.622 ഇൻറ്റു പി വി ഡിവൈഡ് ബൈ പി എ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതാണ് നമ്മളെ ആ ഒരു നാലാമത്തെ ടോപ്പിക് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് അഞ്ചാമത്തെ പോയിന്റ്. വരുന്നത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഗ്രാഫിലേക്ക് പോയിട്ട് കാണിച്ചു തരാം. കുറച്ചു മുന്നേ നമ്മൾ പഠിച്ചത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആയിരുന്നു. ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റിനെ നമ്മൾ മാർക്ക് ചെയ്യല് ഫൈ എന്ന് പറഞ്ഞാൽ ഒമേഗയും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 5 നമ്മൾ ആർ എച്ച് എന്ന് പറഞ്ഞിട്ടാണ് പ്രോബ്ലത്തിൻ്റെ അകത്തൊക്കെ തരിക.
പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് RH വാല്യൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് അതിന് പറയല് ഫൈ എന്ന് പറഞ്ഞിട്ടാണ് മാർക്ക് ചെയ്യുക. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ PV ഡിവൈഡ് ബൈ PVS കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകാൻ സാധ്യതയില്ല. ഇതാണ് PV എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം. എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് വേപ്പറാണ്. PVS എന്തായിരിക്കും? അതിന് മൈൻഡ് ആക്കുന്നതും കൂടി ഇല്ലാന്ന് പോലെ പറഞ്ഞാല് വേപ്പറിന്റെ പ്രഷറാണ് നമുക്കറിയാം. PV എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. PVS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? വേപ്പറിന്റെ പ്രഷർ തന്നെയാണ്, പക്ഷേ എങ്കിൽ വേപ്പർ പ്രഷർ വെൻ എയർ ഈസ് സാച്ചുറേറ്റഡ്. കേൾക്കുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇതെന്താ ഇത് പറഞ്ഞു വരുന്നത്? PVS എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറയാം സാച്ചുറേഷൻ പ്രഷർ എന്ന് അതിന് പറയാം. അല്ലെങ്കിൽ നമുക്ക് അതിന് പറയാം വേപ്പർ പ്രഷർ വെൻ എയർ ഈസ് സാച്ചുറേറ്റഡ് എന്ന് പറയാം. സാച്ചുറേറ്റഡ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തിൽ സാച്ചുറേഷനെ പറ്റിയിട്ട് പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിട്ട് ആ മൈൻഡിനെ അങ്ങ് മാറ്റി വെച്ച് ഞാൻ തൽക്കാലം സാച്ചുറേഷൻ എന്താന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഞാൻ ഒരു പാത്രത്തിന്റെ അകത്ത് ഞാൻ മാത്രമല്ല നിങ്ങളെല്ലാവരും കൂടി ചെയ്യുക ഈ പരിപാടി. പാത്രത്തിന്റെ അകത്ത് കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിന് നമ്മളെപ്പോഴും നീല കളറിലാണ് മാർക്കിയത്. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിന്റെ അകത്ത് ഞാൻ ആദ്യം ഒരു 2 സ്പൂൺ പഞ്ചസാര ഇടുന്നു. ഓക്കെ, 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഇളക്കുക. സാധാരണ ഞാൻ ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇളക്കുന്ന പോലെ ഇളക്കുക. അപ്പൊ ഞാൻ 2 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടിട്ടുണ്ട്. ആ 2 സ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ കാണുന്നത്. അത് ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് അത് ഇളകി തീർന്നോളൂ. അടുത്ത ഞാൻ ഒരു 4 സ്പൂൺ ഇട്ടു. അപ്പൊ ഇതിനകത്ത് കുറച്ചുകൂടെ കിട്ടും പഞ്ചസാര. അത് ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ പിന്നെ ഇട്ട് അങ്ങനെ ലാസ്റ്റ് ഞാനൊരു 10 സ്പൂണൊക്കെ ഇടുമ്പോഴത്തേക്ക് എനിക്ക് കാണാൻ പറ്റൂ ഇതിൻ്റെ അകത്തുള്ള കുറെ പഞ്ചസാര അലിയാണ്ട് അവിടെ കിടക്കുന്നുണ്ടാവും. കുറെ തരിതരി പോലത്തെ സാധനം അവിടെ അലിയാണ്ട് കിടക്കുന്നുണ്ടാവും. ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഈ 10 സ്പൂണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാച്ചുറേഷൻ എന്ന് പറയുന്നത്. സാച്ചുറേറ്റഡ് ആയി. ഇനി അതിൻ്റെ അകത്ത് നടക്കൂല, പഞ്ചസാര അലിയിപ്പിക്കാൻ വേണ്ടി നടക്കൂല. ആ ഒരു സ്റ്റേജിനെ നമ്മൾ സാച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതേ സാധനം നിങ്ങൾ നമ്മളെ വീട്ടിൽ, ഇത് നമ്മളെ റൂമാന്ന് വിചാരിക്കുക. ഞാൻ ഈ വരച്ച പഞ്ചസാരയും വെള്ളത്തിനും പകരം നമ്മളെ വീട്ടിലുള്ള റൂം തന്നെയാണെന്ന് വിചാരിച്ചു. എന്താ വരാത്ത? അതിന് പകരം ഇത് നമ്മളെ വീട്ടിനുള്ളിലത്തെ റൂം തന്നെയാണ്. ഓക്കെ, ആ റൂമിന്റെ ഉള്ളിൽ എയർ ഉണ്ട്. എയറിനെയാണ് ഞാൻ തൽക്കാലം നീല കളറിൽ മാർക്ക് ചെയ്തെന്ന് ഇരിക്കാം. വാട്ടർ പേപ്പറിനെയാണ് റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതേ അവസ്ഥ ആയിരിക്കൂലേ? എയറിന്റെ അകത്ത് വാട്ടർ പേപ്പർ ആദ്യം ഞാൻ കുറച്ച് ഇട്ടുകൊടുത്തു. അപ്പൊ അത് എയറുമായിട്ട് മിക്സ് ആയിട്ട് ഇങ്ങനെ നടന്നു കളിക്കുന്നുണ്ട്. രണ്ടാമത് കുറച്ചുകൂടെ മിക്സ് ആക്കി. അപ്പൊ അത് എയറുമായിട്ട് ഇങ്ങനെ മിക്സ് ആയിട്ട് നടന്നു കളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇനി വാട്ടർ പേപ്പർ, ഈ റൂമിലേക്ക് ഇനി വാട്ടർ പേപ്പർ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. ആ സമയത്തിലുള്ള സ്റ്റേജിനെ നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നു. ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ പറയുക വേപ്പർ പ്രഷർ വെൻ എയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്. ആ ഒരു ടൈമിലുള്ള പ്രഷർ സാച്ചുറേഷൻ പ്രഷർ എന്ന് അതിന് പറയാം. ഓക്കെ, PVS എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ വേറൊരു വാല്യൂ എന്ന് വെച്ചാൽ സാച്ചുറേഷൻ പ്രഷർ എന്ന് പറയാം. പഞ്ചസാരയും വെള്ളത്തിന്റെയും കേസ് പറഞ്ഞ പോലെ തന്നെയാണ് എയറും വാട്ടർ പേപ്പറിന്റെയും കേസാണ് ഇത്. നമ്മളെ റൂമിൻ്റെ ഉള്ളിലുള്ള എയറിൻ്റെ അകത്ത് ഞാൻ കുറച്ച് വാട്ടർ പേപ്പർ ആദ്യം ആഡ് ചെയ്യുന്നു. അതെന്തായാലും സ്വാഭാവികമായിട്ട് അത് മിക്സ് ആയിട്ട് അങ്ങ് റെഡി ആയിക്കോളും. കുറച്ചുകൂടെ ആഡ് ചെയ്ത് അങ്ങനെ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. ആ ടൈമിലുള്ള പ്രഷറിനെ നമ്മൾ പ്രഷർ ഓഫ് എയർ വെൻ എയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. അതൊക്കെ അല്ലേ? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ ഈ രണ്ട് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസിനെ പ്രഷറിനെ റേഷ്യോനെ നമ്മൾ പറയാ ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ വേറൊരു ടേമിലും കൂടി ഏതാ ഫൈ ഈസ് ഈക്വൽ ടു പ്രഷറിന് പകരം മാസിന്റെ ടേമിൽ നിങ്ങൾക്ക് ഏതാ മാസ് ഓഫ് വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് വേപ്പർ വെൻ എയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്. ഈ ഒരു കേസിലും ഏതാ പ്രഷറിന്റെ കേസിലും മാസിന്റെ കേസിലും പറയാറുണ്ട്. രണ്ടും തെറ്റൊന്നുമില്ല.
ഫൈ എന്ന് വെച്ചാൽ ഒന്നിക്കൽ പ്രഷറിന്റെ കേസിൽ പറയാം, ഫൈ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ മാസിന്റെ കേസിലും പറയാം. രണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. അത് ഇതിന്റെ ഡെഫിനേഷൻ വരുന്ന വെച്ചാൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എയർ ഇൻ എ ഗിവൺ വോളിയം. അതൊരു പ്രത്യേക വോളിയം, നമ്മളൊരു റൂമിന്റെ ഉള്ളിലത്തെ വോളിയത്തിന്റെ ഉള്ളിലുള്ള മാസ് ഓഫ് വാട്ടർ വേപ്പർ, അതിൻ്റെ ഉള്ളിലുള്ള ആ ഗിവൺ വോളിയത്തിലുള്ള ഇത് ഇൻ എ ഗിവൺ ടെമ്പറേച്ചർ, ആ ഒരു സെയിം ടെമ്പറേച്ചറിലുള്ളത്, ടു ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ കണ്ടെയ്ൻഡ് ഇൻ സെയിം വോളിയം, അതിന്റെ കൂടുതൽ ടു മാസ് ഓഫ് വാട്ടർ വേപ്പർ കണ്ടെയ്ൻഡ് ഇൻ സെയിം വോളിയം വെൻ എയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്. അത്രേ ഉള്ളൂ. സാധാരണ റൂമിലെ മാസ് ഡിവൈഡ് ബൈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള റൂമിലെ മാസ്, ഇതിന്റെ നമ്മളെ എന്തിനാന്ന് പറയുന്നത്, റേഷ്യോനാന്ന് പറയുന്നത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ പറയല് എപ്പോഴും പെർസെൻറ്റേജ് കണക്കിലാണ്. ഇനി ഈ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും നമുക്ക് നമ്മളെ ഗ്രാഫിൽ നോക്കാം. ഗ്രാഫിൻ്റെ അകത്ത് നിങ്ങൾക്ക് സൂം ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പച്ച കളർ കുറെ കർവ് ലൈന് കാണാം, ഗ്രീൻ കളറിൽ ഈ കർവ് ആയിട്ടുള്ള ലൈന് കാണാം. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് 90%, 85%, 80%, 75%, 70%, 65, 60, 55, 50 ഇങ്ങനെ പോകുന്നുണ്ടോ, കാണാട്ടുണ്ടല്ലോ. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അതാ ഇനിയും സൂമാക്കൽ നടക്കില്ല, മാക്സിമം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിട്ടാണ് പേരുള്ളത്. പെർസെൻറ്റേജ് കണക്കിലാന്ന് പറഞ്ഞിട്ടുണ്ടാവുക, അതവിടെ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആയിരുന്നു നേരത്തെ പഠിച്ചത് അല്ലേ. ഇതിന്റെ മുന്നിലത്തെ സംഭവം നമ്മൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയിലെ ഹ്യൂമിഡിറ്റി റേഷ്യോ കൊണ്ടായിരുന്നു പഠിച്ചത്. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇനി കാണണമെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കുക. റൈറ്റ് സൈഡിൽ അതാ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് കിലോ ജൂൾ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയല്ല നമ്മൾ പഠിക്കേണ്ടത്, കിലോഗ്രാം ഡിവൈഡ് ബൈ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആണ്. കാരണം എന്തായിരുന്നു ഓർമ്മ ഉണ്ട? കാരണം എന്താ? സ്പെസിഫിക് ഒമേഗ ഇസ് ഈക്വൽ ടു ഞാൻ പറഞ്ഞ ഇക്വേഷൻ എന്ന് വെച്ചാൽ മാസ് ഓഫ് വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് എയർ ആയിരുന്നു, mv ഡിവൈഡ് ബൈ ma ആയിരുന്നു. അതുകൊണ്ടാണ് മാസ് ഓഫ് വേപ്പറിന്റെ യൂണിറ്റ് എന്താണ്, കിലോഗ്രാം തന്നെയാണ്, ഡിവൈഡ് ബൈ മാസ് ഓഫ് എയറിൻ്റെത് കിലോഗ്രാം തന്നെയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഒമേഗയ്ക്ക് യൂണിറ്റ് ഇല്ല, പക്ഷെ അങ്ങനെയല്ല, കിലോഗ്രാം ഡിവൈഡ് ബൈ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ എന്ന് നമ്മൾ പറയല്. കാരണം താഴത്തെ ഡ്രൈ എയർ ആണുള്ളത്. ഓക്കെ, ma എന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ, മുകളിൽ മാസ് ഓഫ് പേപ്പറിനെ നമ്മൾ വെറുതെ kg എന്ന് പറഞ്ഞിട്ട് എഴുതി. അപ്പൊ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിട്ട് കണ്ട സ്ഥലത്ത് കാണിച്ചുതരാം. ഈ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ യൂണിറ്റ് അവിടെ എഴുതിയിട്ടുള്ള കിലോ ജൂൾ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ എന്നാണ്, പകരം കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ എന്നാണ് ശരിക്കും വേണ്ടത്. അത് ഈ പ്രിന്റിംഗ് മിസ്റ്റേക്കോ അങ്ങനെ എന്തോ പരിപാടി പറ്റിയതാണ്. അപ്പൊ നമ്മൾ 4 പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ് പഠിച്ചിട്ടുണ്ടായത്. വെറ്റ് ബൾബ്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, പിന്നെ ഉള്ളത് ഇപ്പൊ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇത്രയും സാധനങ്ങൾ ഓക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്നാ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തിലേക്ക് പോവാം. ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കേണ്ടത്. ഇത് കഴിഞ്ഞ എല്ലാ ക്വസ്റ്റിനകത്തും ചോദിക്കലുണ്ട്. കാരണം എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് ഇന്ന ടേംസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഷോ ഇൻഡിക്കേറ്റ് ഇറ്റിന് ഈ സൈക്കോമെട്രിക് ചാർട്ട് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ചോദിക്കല് എക്സാമിന്. ഇത്രയും ടേംസിനെ മാർക്ക് ചെയ്യലും ഇത് നമ്മളെ ഗ്രാഫിൻ്റെ അകത്ത് റെപ്രസെന്റ് ചെയ്യലും, ഏതൊക്കെ ആക്സിസിലാണ് എന്തൊക്കെ വരുന്നത് ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ വെറുതെ തള്ളുന്നില്ല, അതുകൊണ്ടാണ് ഇത് ഞാൻ ഇത്രയും സ്ലോ മോഷനിൽ പറഞ്ഞു പോയത്. ഓക്കെ, ഈ ഒരു ഗ്രാഫിനെ പറ്റി ഇപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടി കാണുന്നു പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ അത് നോക്കാത്ത 2-3 കാര്യം, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതൊന്ന് ഇതാണ്, നിങ്ങൾക്ക് ഇവിടെ
അവിടെ നമ്മൾ എന്താൽപി എന്ന് പറഞ്ഞ സാധനം അത് എല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയേണ്ടത്. എന്താൽപി എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെയുള്ള സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞ സാധനമാണ് ഇവിടെ തന്നിട്ടുള്ളത്. 0.86. താഴത്തേക്ക് നോക്കുക. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അടുത്ത ക്ലാസ് ഞാൻ തന്നെയാണ്. അപ്പൊ ഈ ഗ്രാഫ് അവിടെ മനസ്സിൽ പതിപ്പിച്ച് വെച്ചോളാം. ഓക്കെ, നമുക്ക് അറ്റൻഡൻസ് ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നിങ്ങൾ തൽക്കാലം നെക്സ്റ്റ് ക്ലാസ് ഞാൻ തന്നെയാണ്. ഞാനിപ്പോൾ അറ്റൻഡൻസ് എടുക്കാൻ നിൽക്കുന്നില്ല, വെറുതെ നമ്മൾ സമയം കളയണ്ടല്ലോ.